ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. ഒരു 150 ഗ്രാം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്കിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് മൂത്ത് പാകമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ 8-10 ചെറിയ ഉള്ളി കൂടി വട്ടത്തിലരിഞ്ഞ് അതിലേക്ക് 2 പച്ചമുളക് കൂടെ അരിഞ്ഞ് ആവശ്യത്തിൽ കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് മൊരിഞ്ഞ് പാകമായിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ആറിക്കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വെള്ളമില്ലാതെ നന്നായി പൊടിച്ചെടുക്കാം. ഇനി ആ പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അതിലേക്ക് 2 ഉണക്കമുളക് ഇടാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടും ചെറിയ തീയിലോ ഇട്ട് മാത്രം വേണം ഇത് മൂപ്പിക്കാനായിട്ട്, കരിഞ്ഞു പോകല്ലേ. പിന്നെ അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇളക്കാം. ഒരു ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. മധുരം നോക്കിയിട്ട് അതിന് ശേഷം ഒരല്പം ശർക്കരയുടെ പിന്നീട് ഞാൻ ചേർക്കുന്നുണ്ട്. 2.5 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഞാനിവിടെ ആകെ ചേർത്തിരിക്കുന്നത്. ഒരല്പം കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് വേണ്ട ബാക്കി ശർക്കര കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം. 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയൂടെ പിഴിഞ്ഞൊഴിക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇഞ്ചിക്കറി തയ്യാറായിട്ടുണ്ട്. സെർവിംഗ് ബൗളിലേക്ക് ഇനി മാറ്റാം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം.